ഓക്കെ, അടുത്തൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഒറിജിൻ ഓഫ് ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമ. അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ തന്നെ വാട്ട് ആർ ദ ഒറിജിൻസ് ഓഫ് ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമ എന്ന് ചോദിക്കാം. ട്രേസ് ദ ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമ ഫ്രം ഇറ്റ്സ് ഏർലി ബിഗിനിങ്സ് എന്ന് ചോദിക്കാം. ഡിസ്കസ് ദ സോഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ടഡ് ടു ദ ഒറിജിൻ ഓഫ് ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമ, എങ്ങനെയൊക്കെ ചോദിക്കാം. ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമ ഹാസ് എ ലോങ് ആൻഡ് റിച്ച് ഹിസ്റ്ററി. ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമയ്ക്ക് വളരെ നീണ്ട അതോടൊപ്പം തന്നെ വളരെ റിച്ച് ആയിട്ടുള്ളത്, വളരെ സമൃദ്ധമായിട്ടുള്ളതുമായ ഒരു ചരിത്രം ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമയ്ക്ക് ഉണ്ട്. ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമയ്ക്ക് വളരെ പഴയതും അതോടൊപ്പം തന്നെ വളരെ പുരാതനമായതും അതോടൊപ്പം തന്നെ സമൃദ്ധമായതുമായ ഒരു ചരിത്രം ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമയ്ക്ക് ഉണ്ട്. ഇറ്റ് ഡെവലപ്ഡ് ഗ്രാജുവലി ഓവർ ടൈം. അത് ഒത്തിരി സമയം കൊണ്ടാണ് അത് ഡെവലപ്ഡ് ആയി വന്നത്. ഇറ്റ് ഈസ് ഡീപ്ലി കണക്റ്റഡ് വിത്ത്, അത് എന്തുമായി കണക്ട് ചെയ്തപ്പെട്ടിട്ടുണ്ട്? റിലീജിയസ്, cultural and literary traditions of ancient India. It is deeply connected with അത് വളരെ ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുകയാണ്. എന്തുമായിട്ടാണ്? റിലീജിയസ്, മതപരമായിട്ട്, കൾച്ചറൽ, സാംസ്കാരികപരമായിട്ട്, ലിറ്റററി ട്രഡീഷൻ, സാഹിത്യപരമായ പാരമ്പര്യങ്ങളുമൊക്കെ ആയിട്ട് വളരെയധികം അത് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ പുരാതന ഭാരതത്തിൻ്റെ മതപരവും കൾച്ചറൽ സാംസ്കാരികപരവും അതോടൊപ്പം തന്നെ സാഹിത്യ പാരമ്പര്യവുമായിട്ടൊക്കെ ഒത്തിരിയേറെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമ ഹാസ് എ ലോങ് ആൻഡ് റിച്ച് ഹിസ്റ്ററി. ഇറ്റ് ഡെവലപ്ഡ് ഗ്രാജുവലി ഓവർ ടൈം ആൻഡ് ഈസ് ഡീപ്ലി connected with religious, cultural and literary traditions of ancient India. The origin of Indian classical drama can be traced back to the early Vedic period. Origin of Indian classical drama, Indian classical drama origin can be traced back. നമുക്കതിനെ എവിടെ കണ്ടെത്താനായിട്ട് കഴിയും? ഏർലി വേദിക് പീരീഡ്. വേദിക് പീരീഡിൽ വേദ കാലഘട്ടത്തിൽ നമുക്കതിനെ കണ്ടെത്തുവാനായിട്ട് കഴിയും. സമയം എപ്പോഴാണ്? 1500 മുതൽ 1000 BCE, ബിഫോർ കോമൺ ഇറ. അപ്പോൾ അല്ലെങ്കിൽ BC, ബിഫോർ ക്രൈസ്റ്റ്. അപ്പോൾ 1500 മുതൽ 1000 വരെയുള്ള പുരാതന കാലഘട്ടത്തിൽ ഇന്ത്യൻ ഡ്രാമയുടെ ഉദയത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഡ്യൂറിങ് ദിസ് ടൈം, ഈ സമയത്തിൽ എലമെന്റ്സ് ലൈക്ക്, ഈ വേദ കാലഘട്ടങ്ങളിൽ എന്തൊക്കെയാണ്? ഇതുപോലുള്ളതായ ഘടകങ്ങളായ ഡയലോഗ്സ്, സംഭാഷണങ്ങൾ, ഹിംസ്, സ്തുതിഗീതങ്ങൾ, ദൈവ സ്തുതിഗീതങ്ങൾ ആൻഡ് റിച്വൽ പെർഫോമൻസസ്, ആചാരപരമായിട്ടുള്ള അനുഷ്ഠാനങ്ങളൊക്കെ ഫോംഡ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ഡ്രമാറ്റിക് എക്സ്പ്രഷൻ. ഇതൊക്കെ ഡ്രമാറ്റിക് എക്സ്പ്രഷന്റെ അടിസ്ഥാനപരമായ ഘടനയായിട്ട് രൂപം കൊണ്ടു. ദീസ് ഏർലി പ്രാക്ടീസസ് ഡെവലപ്ഡ് ഇൻ ടു മോർ ഓർഗനൈസ്ഡ് ഫോംസ്. ഈ കാര്യാദികൾ പിന്നെ എന്ത് ചെയ്തു? കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളതായ കാര്യങ്ങളായിട്ട് മാറ്റപ്പെട്ടു. ദ ഒറിജിൻ ഓഫ് ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമ ക്യാൻ ബി ട്രേസ്ഡ് ബാക്ക് ടു ദ early Vedic period, 1500 to 1000 BCE. During this time, ഈ സമയത്ത് elements like dialogues, hymns and ritual performances formed the basic structure of dramatic expression. These early practices gradually developed into more organized forms. The great epics, പുരാതന ഇതിഹാസങ്ങളായ ദ മഹാഭാരത ആൻഡ് രാമായണവും മഹാഭാരതവും ഫർദർ എൻറിച്ച്ഡ് ദ ഡ്രാമ, അത് പിന്നെയും ഡ്രാമയെ കൂടുതൽ പരിപോഷിപ്പിച്ചു. വിത്ത് സ്ട്രോങ് നറേറ്റീവ്സ്, ക്യാരക്ടേഴ്സ് ആൻഡ് മോറൽ തീംസ്. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ളതായ നറേറ്റീവ്സ്, വിവരണങ്ങൾ കൊണ്ട്, ക്യാരക്ടേഴ്സ്, കഥാപാത്രങ്ങൾ കൊണ്ട്, മോറൽ തീംസ്, ധാർമ്മികമായ തത്വങ്ങളൊക്കെ കൊണ്ട് ഈ എപ്പിക്സായ മഹാഭാരതവും രാമായണവും ഡ്രാമയെ ഫർദർ കൂടുതലായിട്ട് അഭിവൃദ്ധിപ്പെടുത്തി. ദ ഗ്രേറ്റ് എപ്പിക്സ്, ദ മഹാഭാരത ആൻഡ് ദ രാമായണ ഫർദർ എൻറിച്ച്ഡ് drama with strong narratives, characters and moral themes. A major development came with നാട്യശാസ്ത്ര ബൈ ഭരതമുനി. A major development, വളരെ സുപ്രധാനമായ ഒരു ഡെവലപ്മെന്റ്, ഒരു പുരോഗതി എന്തിലാണ് കടന്നു വന്നത്? came with നാട്യശാസ്ത്ര ബൈ ഭരതമുനി. ഭരതമുനി എന്ന ആ ഋഷി എന്നാണ് നാട്യശാസ്ത്ര എന്നതായ എങ്ങനെ നാടകത്തിന്റെ നിയമവശങ്ങളെ കുറിച്ചുള്ളതായി പുസ്തകം അവതരിപ്പിച്ചതോടുകൂടി നാടകത്തിന് വളരെയധികം പ്രാധാന്യത കൈവന്നു. ദിസ് ടെക്സ്റ്റ് ഗേവ് ഡീറ്റെയിൽഡ് റൂൾസ് ഫോർ ആക്ടിങ്. ഈ പുസ്തകം ഗേവ് എന്ത് നൽകി തരുന്നു? ഡീറ്റെയിൽഡ് റൂൾസ് ഫോർ ആക്ടിങ്, എങ്ങനെ അഭിനയിക്കണം, സ്റ്റേജ് ക്രാഫ്റ്റ്, എങ്ങനെ സ്റ്റേജിൽ പെർഫോം ചെയ്യണം, ആൻഡ് ഡ്രമാറ്റിക് സ്ട്രക്ചർ, ഡ്രാമയുടെ സ്ട്രക്ചർ, ഷോയിങ് ദാറ്റ് ഡ്രാമ ഹാഡ് ബിക്കം എ വെൽ ഡെവലപ്ഡ് ആർട്ട് ഫോം. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്നതായ അല്ലെങ്കിൽ അപ്പോൾ തന്നെ ഡ്രാമയ്ക്കൊരു രൂപം വന്നിരുന്നു, എങ്കിലും അതിനെ
കുറച്ചുകൂടി ഉന്നതിയിൽ എത്തിക്കത്തക്ക രീതിയിലായിരുന്നു നാട്യശാസ്ത്രയിലൂടെ ഭരതമുനിയുടേതായ contributions. A major development came with the Natyashastra by Bharata Muni. This text gave detailed rules for acting, stagecraft, and dramatic structure, showing that drama had become a well-developed art form. Bharata also considered drama to have a divine origin. Bharata എന്ത് വിശ്വസിച്ചു? ഭരത മുനി എന്താ വിശ്വസിച്ചത്? ഡ്രാമ ടു ഹാവ് എ ഡിവൈൻ ഒറിജിൻ. ഡ്രാമയ്ക്ക് എന്തുണ്ടെന്നാണ്? ഒരു ദൈവികമായ ഒരു ഉദയമുണ്ട് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഹൈലൈറ്റിംഗ് ഇറ്റ്സ് കൾച്ചറൽ ഇമ്പോർട്ടൻസ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സാംസ്കാരികപരമായ പ്രാധാന്യതയും വളരെയായിട്ട് അദ്ദേഹം അതിനെ കണ്ടു. ഇൻ അഡീഷൻ, ഇതെല്ലാം കൂടാതെ ബുദ്ധിസ്റ്റ് ആൻഡ് ജെയിൻ ട്രഡീഷൻ, ബുദ്ധ പാരമ്പര്യവും ജെയിൻ പാരമ്പര്യവും ഇൻഫ്ലുവൻസ്, അതെങ്ങനെ സ്വാധീനിച്ചു? ദ എത്തിക്കൽ ആൻഡ് ഫിലോസോഫിക്കൽ ഐഡിയാസ് ഇൻ ഡ്രാമ. എന്താണ്? എത്തിക്കൽ, ധാർമ്മികവും അതോടൊപ്പം തന്നെ ഫിലോസഫിക്കൽ ആയിട്ടുള്ളതായ കാര്യാദികൾ എന്ത് സ്വാധീനിച്ചു? ബുദ്ധ ജൈന പാരമ്പര്യങ്ങൾ സ്വാധീനിച്ചു. some external influences may have existed. So ചിലപ്പോൾ നമ്മുടെ ഈ നാടകങ്ങൾക്ക്, ഭാരതീയ നാടകങ്ങൾക്ക് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ്, പുറമേ നിന്നുള്ളതായ സ്വാധീനതകൾ ഉണ്ടാകാം. നമ്മളതിനെക്കുറിച്ച് ഗ്രീക്ക് ഇൻഫ്ലുവൻസിനെ കുറിച്ചൊക്കെ പഠിച്ചായിരുന്നു. ഇന്ത്യ ഡ്രാമ അങ്ങനെ ഉണ്ടാകാമെങ്കിലും ഇന്ത്യ ഡ്രാമ മെയിൻലി ഗ്രൂ ഫ്രം ഇറ്റ്സ് ഓൺ ഇൻഡിജീനിയസ് ട്രഡീഷൻ. അതിൻ്റെ അർത്ഥം എന്താണ്? ഇങ്ങനെ ഉണ്ടാകാമെങ്കിലും അത് തർക്ക വിഷയമായ കാര്യമാണ്. അങ്ങനെ ഉണ്ട് എങ്കിൽ പോലും ഇന്ത്യൻ ഡ്രാമയുടെ വളർച്ച പ്രധാനമായിട്ടും ഓൺ ഇൻഡിജീനിയസ്, അതിൻ്റെ തന്നെ തനതായ പാരമ്പര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടേതായ പാരമ്പര്യങ്ങളിലൂടെയാണ് ഭാരതീയ നാടകങ്ങൾ എന്ത് ചെയ്തിരുന്നത്? വളർന്ന് വന്നത്. ഇൻ അഡീഷൻ, ബുദ്ധിസ്റ്റ് ആൻഡ് ജെയിൻ ട്രഡീഷൻസ് ഇൻഫ്ലുവൻസ്ഡ് ദ ethical and philosophical ideas in drama. Though some external influences may have existed, Indian drama mainly grew from its own indigenous tradition. Finally, conclusion. Thus, Indian classical drama originated from Vedic rituals. അങ്ങനെ ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമ വേദ പാരമ്പര്യത്തിൽ നിന്ന് ഉദയം കൊള്ളുകയും ആൻഡ് ഗ്രാജുവലി ഡെവലപ്ഡ് ത്രൂ എപ്പിക്സ് വഴി അല്ലെങ്കിൽ ആ മഹാകാവ്യങ്ങൾ വഴി അത് വളരുകയും developed through epics, theoretical works, and religious thought, creating a unique and lasting dramatic tradition. ഇങ്ങനെയാണ് ആ ഡ്രാമയുടെ ഉദയത്തെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. So it's a very important question. Please make sure you study it well.